ഞാൻ കാണുന്നുണ്ട്. മോശ ആ സീക്രട്ട് പ്ലേസിലോട്ട് മോശയെ ദൈവം വിളിക്കുന്ന വിളിയെക്കുറിച്ച് ഒരു ആത്മനിയോഗത്തിൽ പറഞ്ഞു. ഒരു സീക്രട്ട് പ്ലേസിൽ ദൈവം നമ്മളെ എത്തിക്കുക. വേർ ദർ ഈസ് നോ ഹിൻഡ്രൻസസ്. ഈ സീക്രട്ട് പ്ലേസിൽ പൗലോസ് എത്തിയത് കൊണ്ടാണ് എത്ര തണുത്ത വെള്ളത്തിലാണെങ്കിലും, എത്ര അണലി കയറി കയ്യെ ചുറ്റിട്ടും, എത്ര കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടും അവിടെ നിന്നുള്ള ആ ഒഴുക്ക് ഒരു ശക്തിക്കും തടയാൻ കഴിഞ്ഞില്ല. മേളിൽ നിന്നുള്ള ഒഴുക്ക്. ഒരു ചെറിയ പ്രോബ്ലത്തിൽ ഡെസ്പായി പോകുന്ന നമ്മളും മുഴുവൻ ശരീരത്തിൽ ചങ്ങലയിട്ട് പൂട്ടി, കാലാമത്തിനകത്തിട്ട് പൂട്ടി. അന്നത്തെ തടവറകളെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കാൻ പറ്റും, നിവരെ നിൽക്കാൻ പോലും കഴിയത്തില്ലാത്തടത്ത് വെളിപ്പാടം ഒഴുകുകയായിരുന്നു. യോഹന്നാൻ കണ്ട വെളിപ്പാടിനേക്കാൾ അത് ദൈവം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണിച്ചു കൊടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വെളിപ്പാടാണ് നീണ്ട ചില രാത്രികളിൽ തൻ്റെ തൂലികകളിലൂടെ ദൈവം ചലിപ്പിച്ച് ലേഖനങ്ങളാക്കി അങ്ങോട്ട് പകർത്തിയത്. ലൈഫിനെ അടിയറവ് വെച്ചിട്ട് നമ്മുടെ ലൈഫിലേക്ക് പകർന്നു തന്ന ആ വെളിപ്പാടുകൾക്ക് ദൈവത്തിൻ്റെ ആ സീക്രട്ട് പ്ലേസിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ശക്തി, അതിലോട്ടൊന്നും എത്താനുള്ള വ്യഗ്രത പലരിലും കാണുന്നില്ല. ഒന്നാമത് ഞാൻ എന്നിൽ കാണുന്നില്ല, ഉണ്ടാകാൻ വേണ്ടി ഇന്ന് രാത്രി ഞാനും ആഗ്രഹിക്കുന്നു. അങ്ങനൊരു സ്ഥലത്തേക്കാണ് ദൈവം മോശയെ കൊണ്ടെത്തിക്കുന്നത്. തീക്ക് ഭയങ്കര റോളുണ്ട്. ഒരു ചില വചനഭാഗങ്ങൾ പറയുന്നതിന് മുമ്പ് അത് പറയും. 40 രാവും പകലും സാക്ഷ്യപ്പലകകൾ അതിലെഴുതിയ വലിയ വെളിപ്പാടും, ദൈവം ഇന്ന് വരെ ഭൂമിയിൽ ആർക്കും കൊടുത്തിട്ടില്ലാത്ത ജീവിതത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളുമൊക്കെ എഴുതി രാത്രിയും പകലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സീനായി മല. എത്ര അലക്ഷ്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും ദൈവസാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോഴും ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോഴും ഒക്കെ ഇരിക്കും. നമ്മളെപ്പോലെ, അതായത് മനുഷ്യനെ പോലെ, വിശേഷാൽ ആരാധിക്കുന്നവരെ പോലെ. ഞാനത് നൊട്ടി ഒഴിവുള്ളവനല്ല. എത്ര അലക്ഷ്യമായിട്ടാണ് അറിയാമോ? ഒരു ചെറിയ പ്രാണിയാകട്ടെ, ഒരു മൃഗമാകട്ടെ, ഒരു മനുഷ്യനാകട്ടെ, എൻ്റേതെന്ന് പറയാൻ ഞാൻ വിളിച്ച് വേർതിരിച്ച എൻ്റെ ജനത്തിൽ ഒരെണ്ണം പോലും ഈ പർവ്വതത്തിൻ്റെ അടുത്തെങ്ങും അടുക്കരുത്. ബട്ട് ഐ എം ഗിവിങ് യു എ ചാൻസ്. ഒരവസരം ഞാൻ നിനക്ക് തരുന്നു. കം ടു ദ മൗണ്ടൻ. എന്തോ ഭയങ്കര ദൈവം! ആരാ ഈ ദൈവത്തെ ഇത്ര ചെറുതാക്കിയത്? ആ യേശു ചെറുതായിട്ടില്ല. We are the churches. ഞാനും നീയുമാ ആ ഭയങ്കര ദൈവത്തെ വെറും എന്നെ പോലെയും നിങ്ങളെ പോലെയുമുള്ള ഒരു ജഡത്തിന്റെ മനുഷ്യനാക്കി ഇത്ര തരം താഴ്ത്തിയതെന്ന് എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ഞാൻ പറയുന്നു, എൻ്റെ ദൈവം സീനായി മലയിൽ തൻ്റെ സ്വന്തം വർഗത്തെ പോലും അടുപ്പിക്കാതെ അത്ര തീമയനായി ഇറങ്ങിയ ദൈവത്തെ എത്ര ലഘുവും ലാഘവത്തോടുമാണ് ഞങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നതും സഹകരിക്കുന്നതും. ഒന്ന് വിലയിരുത്തി നോക്കണം. അതൊന്ന് അറിയാൻ വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ദൈവസന്നിധിയിൽ ഫ്രീ ആകേണ്ട, ഇതുപോലെ ഫ്രീ ആകാൻ. ആമേൻ, ആമേൻ. ദൈവം പറയുന്നു, മോശേ കേറി വാ, ഞാൻ നിനക്ക് ഇന്നു വരെ ലോകത്താർക്കും കൊടുത്തിട്ടില്ലാത്ത പ്രമാണങ്ങളുടെ ചുരുളുകൾ തുറന്നു തരാം. എഴുതാമോ? എഴുതാൻ പറ്റത്തില്ല. പക്ഷേ നീ എഴുതിയാൽ പതിയത്തില്ല കുഞ്ഞെ, ഞാൻ എഴുതി തരാം. നീ എഴുതിയാൽ എഴുതിയ പേപ്പർ കീറിപ്പോവും, നിനക്ക് എഴുതി ചേർക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എഴുതി തരാം. സ്വന്തം കൈകൊണ്ട് പലക വെട്ടി അറുത്ത്. ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെന്ന് പുറപ്പാട് പുസ്തകം 31 ഒടുവിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വിരൽ കൊണ്ട്. അപ്പോ എന്തൊരു ദൈവമാ! വിരലുള്ള ദൈവം. ചലിക്കാത്ത വിരലുകളുടെ എണ്ണം പെരുകി വരുമ്പോൾ, അടിക്കാൻ നമ്മുടെ കൈകളുടെ വിരലുകൾക്ക് പ്രാഗൽഭ്യമില്ലാതെ ഇരിക്കുമ്പോൾ, ദൈവം തൻ്റെ വിരല് കൊണ്ട് ജീവിതരേഖ എഴുതി തന്നിരിക്കുന്ന ഭയങ്കര ഒരു പലക പ്രമാണം കല്ലിൽ എഴുതി കൊടുത്തതാ മോശയ്ക്ക്. കയ്യിലോട്ട് എടുത്തു പിടിച്ച് മാറത്ത് അത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്ലോറി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ തീക്കകത്തു നിൽക്കുന്ന ഒരു മോശയോട് ദൈവം പറയുന്നുണ്ട്, ഹറി അപ്പ്, ഇറങ്ങ താഴ്വാരത്തിലേക്ക്. നിനക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം. നിനക്ക് തന്ന പ്രമാണത്തെ തകർത്തു കളഞ്ഞ്, നിനക്ക് തന്ന വെളിപ്പാടിനെ ഉടച്ചു കളഞ്ഞ്, എൻ്റെ ജനം താഴെ വഷളത്വത്തിൽ ലക്ഷോപലക്ഷം തകരുന്നു, പിശാചവരെ തെറ്റിക്കുന്നു. നീ എൻ്റെ പ്രസൻസിനകത്ത് ഒതുങ്ങിയിരിക്കുന്നു. മോശെ, get ready, I may climb
down the mountain. Oh, he was so hurry. വിളിക്കുകയും ചെയ്യും, പറഞ്ഞും വിടും. വിളിക്കാൻ കയറുന്നതിനേക്കാൾ ആവേശത്തിൽ ഇറങ്ങിപ്പോകുന്നത് കർത്താവ് ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. പലക കിട്ടിയവൻ പിന്നെ താമസിക്കരുത്, പ്രമാണം പിടിച്ചുകൊണ്ട് ഓടണം. സ്വത്രം പറഞ്ഞാട്ട് ഇന്ന് പ്രമാണം പിടിച്ചുകൊണ്ട് ഓടാൻ ആളില്ല. പ്രമാണത്തിലേക്ക് വരാൻ എളുപ്പമാ, പക്ഷേ കയറി വരുന്ന വഴിയിൽ നീ കണ്ടിട്ടില്ലാത്തത് ഇറങ്ങിപ്പോകുന്ന വഴിയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നിന്റെ കയ്യിൽ പ്രമാണമെത്തുന്നോ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മ്ലേച്ഛതകൾ താഴ്വാരത്തിൽ ഉടലെടുക്കുന്നു. സ്വർഗം പറയുന്നു, ഇന്ന് രാത്രിയിലും പ്രമാണമുള്ള ഒരു തലമുറയെ ഈ തീക്കകത്തുന്നവൻ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും പറയാമോ, എൻ്റെ ദൈവമേ, ചില മ്ലേച്ഛതകൾക്ക് അവസാനം കുറിക്കുവാൻ എൻ്റെ മേൽ ആ തീയൊന്ന് പകർന്നിരുന്നെങ്കിൽ. ഇതാ ഈ തീ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് കളിയാക്കാറുണ്ട്. ഞാൻ പറയും, ഡീപ്പ് റിലേഷനെ കുറിച്ചാണ് തീയെക്കുറിച്ച് പറയാം. ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ, ആഗ്രഹം, ഹൃദയത്തിൻ്റെ താല്പര്യം, അതാണ് തീയുടെ മഹത്വം. ഓക്കെ, മോശയോട് ദൈവം പറയാം, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ് താഴെ ഈ ദൈവത്തെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു തലമുറ തെറ്റിയിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളോട് പറയാം, ഇറങ്ങിപ്പോ വേഗം ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. നീ ഇറങ്ങിച്ചെല്ലാനാണ് പറയുന്നത്. നീ മിസ്രൈം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന ആ ജനം മുഴുവൻ തങ്ങളോട് വഷളത്വം കാണിച്ച് തെറ്റിയിരിക്കുന്നു, വേഗം ഇറങ്ങാൻ പറഞ്ഞു. നിൻ്റെ കയ്യിൽ തന്ന പ്രമാണം ചലിക്കാൻ സമയമായി. നിൻ്റെ കയ്യിൽ തന്ന പ്രമാണത്തിന് വെളിപ്പെടാൻ അവസരം തരാൻ പോവുക. ഇത് പ്രാപിച്ചിട്ട് പിന്നെയും കറങ്ങി അപ്പുറത്തൂടെ പോയി, പിന്നെയും കറങ്ങി ഇങ്ങേ ഡോറിൽ കൂടെ വന്ന് ഇങ്ങേ ഡോറിൽ കൂടെ കയറി ഇവിടെ മുക്കി അവിടെ മുക്കി ആടി കുഴഞ്ഞ് നടക്കുന്ന 2011 സഭയെക്കുറിച്ചല്ല പറയുന്നത്. അകത്ത് പ്രമാണം കയറിയവന് അടങ്ങിയിരിക്കാൻ അനുവാദം കൊടുക്കാത്ത ദൈവിക ബന്ധം, ആ പ്രസൻസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഇറങ്ങിയിട്ട് ദൈവം അവിടുന്ന് മോശയോട് പറയുന്നൊരു ഭാഗമുണ്ട്, ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശാഠ്യമുള്ള ജനം, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് നേരെ ജ്വലിച്ചു. ദൈവത്തിൻ്റെ കോപമൊക്കെ ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ലേ? ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുക, പിടിച്ച് നിർത്തിയേക്കുക ദൈവത്തെ, ആ കോപം ഒന്ന് ജ്വലിപ്പിക്കാതിരിക്കാൻ. കൃപ ആരൊക്കെയോ നമുക്ക് വേണ്ടി ഇടിവിധിക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ ആരെയും കഴിവുകൊണ്ടല്ല, പറയാൻ ആർക്കും കഴിയത്തുമില്ല. ആരൊക്കെയോ ഇടിവി നിൽപ്പുണ്ട്. ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ടിട്ടില്ലാത്ത, കൗണ്ട് ചെയ്തിട്ടില്ലാത്ത, അവൻ ചെവി കൊണ്ടൊരു സ്തോത്രം പറയുന്നത് നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത ചില വ്യക്തികൾ എവിടെയെങ്കിലുമൊക്കെ ഇടുക്കിൽ വല്ല പിളർപ്പിലുമൊക്കെ ഇരുന്ന് ആമീന് സ്തോത്രം പറയുന്നതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നതാണ്. ഞാൻ അങ്ങനെ കരുതുന്നത് എൻ്റെ പ്രാഗൽഭ്യം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ അല്ല. ആരുടെയൊക്കെയോ പ്രാർത്ഥന, ആരൊക്കെയോ എനിക്ക് വേണ്ടി വേറിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവ് അത് ചെയ്യിക്കുന്ന ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ എൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. കേട്ടോ, ഞാൻ ഇറങ്ങിപ്പോ പ്രമാണവും കൊടുക്കും, പ്രമാണം പ്രാപിക്കാനുള്ളവനെ തകർത്തും കളയും. ഭയങ്കര പദ്ധതിയാണ്. പ്രമാണം പ്രാപിക്കാനുള്ളവൻ വഴിതെറ്റി നിന്നാൽ അവനെ തകർത്തു കളയുന്നതിൽ കണ്ണിച്ചോരയില്ലാത്ത അത്ര ഭയങ്കരനായ ദൈവം പറയുന്നു, കമാൺ എന്നെ വിട്, ഞാൻ പോയി ആ ജനത്തെ നശിപ്പിക്കട്ടെ. മോശ കാലിൽ പിടിച്ചൊരൊറ്റ കരച്ചിൽ അവിടെ കിടന്നു. കരയ്യ, അരുത്. എന്തുവാ ദൈവമേ, നിന്റെ നീട്ടിയ ഭുജം കൊണ്ട് നീ വിളിച്ചു വേർതിരിച്ചിറക്കിക്കൊണ്ട് വന്ന നിന്റെ സ്വന്തം ജനത്തെ നശിപ്പിക്കുകയോ പാടില്ല. ഇസ്രായേലിനെ ഇങ്ങനെ ഇവന്റെ ദൈവം നശിപ്പിച്ചെന്ന് പറഞ്ഞ് നാളെ അതൊരു ചർച്ചയാകാനോ സംസാരമുണ്ടാകാൻ കാരണമാകരുത്. ഡോണ്ട് ഡു സ്റ്റോപ്പ് ദം. വേണ്ട, അവരെ ഒന്നും ചെയ്യരുത്. കാലിൽ പിടിക്കുക. എന്തോ ദൈവം, എന്തോ ഭക്തൻ കാലെ പിടിക്കുക. എന്തോ ഇവിടെ സഹോദരന് കൈ കൊടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആമേൻ. ഇതെങ്ങനെയാ ദൈവത്തിൻ്റെ കാലേ വീഴുന്നു? ആമേൻ. അടുത്തിരിക്കുന്ന പുള്ളിയൊന്നോ ശരിക്കൊന്ന് ചിരിച്ച് സ്വോത്രം പറയാൻ നമ്മുടെ കാര്യമാണ് പറഞ്ഞ്. ഹല്ലേലൂയ, നമ്മുടെ കാര്യമായി പറയുന്നേ. ആമേൻ. കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. ഈ ദൂതാണ് ഇന്നെല്ലാവർക്കും വേണ്ടിയത്, അല്ലേ? നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. എന്തുവാ അത് കേട്ട? നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. ദൈവം എന്തോ നമ്പർ ഇട്ട് കൊടുക്കുന്നതെന്ന് അറിയാം. എടാ, നീ എന്നെ അങ്ങോട്ട് വിട്, ഞാൻ അവരെ പോയി നശിപ്പിക്കട്ടെ. പക്ഷേ ഒരു ദൂത് കേട്ട് ഏറ്റെടുത്ത് സന്തോഷിക്കുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. മോശ പറഞ്ഞാൽ കൈവച്ചാൽ മതി. നമ്മൾ അമ്മ പറയും, അപ്പോ എന്നോട് കരുണ തോന്നിയല്ല. ദൈവത്തിന്റെ മുമ്പിൽ മോശ കടന്ന് പെടഞ്ഞു പോയി, അതൊക്കെ അവിടെ വെക്ക്. പക്ഷേ എൻ്റെ കയ്യിൽ തന്ന പ്രമാണം പ്രയോജനപ്പെടാതിരിക്കാൻ ഞാൻ പിന്നെ ആർക്ക് കൊടുക്കാനാ? ഇത് ആരോട് പറയാനാ? ആരെ കാണിക്കാനാ?
ദൈവം നമ്മെക്കുറിച്ചും നമ്മുടെ അകത്തിരിക്കുന്ന ഇൻറ്റൻഷൻ, നമ്മുടെ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചത് കൊണ്ട് വ്യാപാരം ചെയ്യാൻ, നമ്മൾ പ്രയോജനപ്പെടുത്താൻ നോക്കുന്നതൊക്കെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇൻറ്റൻഷൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിന് ദൈവം എന്തും പറയും, എന്ത് ചെയ്യും, എവിടെ ഇറങ്ങും, ആരോടും ഇടപെടും. മോശ കാല് പിടിച്ച് നിന്നിട്ട് ഇറങ്ങി പോകുന്ന ഒരു പോക്കുണ്ട്. ജനത്തെ നശിപ്പിച്ചില്ല ദൈവം. അപ്പോട്ട് ചെന്നപ്പോൾ പാതി വഴിയിൽ വെച്ച് യോശുവ കയറി വരുന്നു. യോശുവ കയറി വന്നപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ആർത്തു വിളിക്കുന്ന ഘോഷം എന്തോ സന്തോഷമാണെന്ന് പറഞ്ഞു. പാളയത്തിൽ യുദ്ധഘോഷമുണ്ടെന്ന് പറഞ്ഞു. അകത്തി പ്രമാണത്തിനകത്തി തീക്കകത്ത് നിന്നവന് കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. സീക്രട്ട് പ്ലേസിൽ വെച്ച് ദൈവം ഹൃദയം തുറക്കും, ഹൃദയം ഇടപെട്ടിട്ട് മോശ എന്ന് പറഞ്ഞറിയാമോ? യോശുവേ, നിനക്കറിയത്തില്ല, അത് അവരാർത്തു വിളിക്കുന്ന ജയഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ പ്രതിഗാനമാണ്. എന്തോ ഡിസേണിങ് പവറാ ദൈവം മോശയ്ക്ക് അങ്ങോട്ട് കൊടുത്തതെന്നറിയാമോ? അതങ്ങോട്ട് കേട്ടപ്പോഴേ അവൻ തൻ്റെ അകത്ത് തനിക്ക് വെളിപ്പെട്ടു, ഇത് തോറ്റ് നിലവിളിക്കുന്നവരുടെ പ്രതിഗാനം. ആ ഭാഗങ്ങൾ അങ്ങനെ പറഞ്ഞങ്ങ് പോവാം. പ്രസൻസ് എന്തിനാണെന്നൊക്കെ ഉള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അപ്പോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്നു. അവിടുത്തെ 19-ാമത്തെ വാക്യം അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ആ അനോയിൻറ്റിംഗ് ഒക്കെ സഭയുടെ മേൽ ഇറങ്ങണം. എന്തോ ആ അനോയിൻറ്റിംഗ് എന്നറിയാമോ? 19-ാമത്തെ വാക്യം, പുറപ്പാട് 32:19 വായിക്കാമോ ആർക്കേലും? അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ ആ ആ ആ ആ അയ്യോ, എന്തൊരു വലിയ കാര്യമാണ്. നോക്കണം, വളരെ ശ്രദ്ധിക്കണം. വലിയ ദൂത്, വലിയ റെവലേഷൻ, വലിയ പകർച്ച ഇതിനകത്തുണ്ട്. ഇത് പറഞ്ഞു പകരുന്നതല്ല, ഇത് ചോദിച്ച് പകർത്തി എടുത്തുകൊണ്ട് പോകേണ്ടതായത്. ഇത് വാ ഞാൻ പകരാം എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് വേണ്ട, ചീച്ചിയ. ഇതങ്ങനെ നിർബന്ധമുള്ള സംഭവമല്ല. ഇത് വേണമെങ്കിൽ പ്രാപിക്കാനുള്ളതായത്. നിനക്ക് വേണമെങ്കിൽ മതി, അല്ല തട്ടിക്കളയും. അത്ര ഭയങ്കര ദൈവമാണ്. ഞാൻ പറയും, അതേ ദൈവം തന്നെ ഇന്ന് നിൽക്കുന്നത്. പക്ഷേ തൻ്റെ ആ ഇമ്മീഡിയറ്റ് ആക്ഷന് ഒരു ഇച്ചിരി ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റും കർത്താവ് പറയുന്നു മോശയുടെ കോപം ജ്വലിച്ചു. ആ വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ച്. ചില മണിക്കൂറുകൾ മുമ്പ് സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചപ്പോൾ കാല് പിടിച്ച മോശ. കോപം ജ്വലിക്കാൻ പാടില്ല പ്രമാണമുള്ളവന്. കോപം ജ്വലിക്കാൻ പാടില്ല. പ്രമാണമുള്ളവൻ കോപിക്കരുത്. എടാ, അന്യായത്തിനെതിരെ കോപിച്ചു പോകും. അന്യായം കാണുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവന്റെ പുറകെ നടക്കാൻ ദൈവത്തെ കിട്ടത്തില്ല. അതല്ലെങ്കിൽ നിന്റെ കണ്ണ് കുരുടായി പോകുമെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ശപിക്കപ്പെട്ടു പോയനെയല്ലോ. കർത്താവ് പറയുന്നു, ഒരല്പസ്വല്പം ബനാന ടൈപ്പ് അല്ലാത്ത ഒരു ഇച്ചിരി ചുരുക്കൊക്കെ ഉള്ളവരെയാ കർത്താവിന് അന്നും ഇഷ്ടം, ഇന്നും ഇഷ്ടം. ഉത്സാഹിയുടെ കയ്യിലാണ് എന്തെങ്കിലുമൊക്കെ കർത്താവ് ഏൽപ്പിക്കുന്നത്. ഇത് കിട്ടിയിട്ട് ഉത്സാഹം എന്നും പറഞ്ഞു പോകാനല്ല, ഇത് കിട്ടുന്നതിന് മുമ്പ് ഇത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഉത്സാഹം, അല്പം എരിവും ഒരല്പ ശുഷ്കാന്തി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു കർത്താവ് എന്തെങ്കിലുമൊക്കെ ദൗത്യം ഏൽപ്പിക്കാതിരിക്കത്തില്ല. ഉറപ്പായിട്ട് വ്യാപാരം ചെയ്യാനേ ഒരു മനസ്സുണ്ടായിരിക്കണം. ഇവിടെ താലന്ത് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ വ്യാപാരം ചെയ്യാൻ മനസ്സില്ല. താലന്ത് പ്രാപിക്കാൻ എളുപ്പമാണ്, പക്ഷേ വ്യാപാരം ചെയ്യാൻ മനസ്സില്ല. റാന്നിയിൽ ഉന്തുവണ്ടിയല്ലേ ഈ വടയും ഉഴുന്നുവടയൊക്കെ വിൽക്കും. ഉന്തുവണ്ടിയൽ തമിഴന്മാർ കൊണ്ടുവന്ന് വിൽക്കും. റാന്നിയിലൊരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, റാന്നി ഗേറ്റ്. നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം, നല്ലൊരു ഹോട്ടലാണ്. ഞാനും ഈ കഴിഞ്ഞിടയിലെല്ലാം അറിഞ്ഞു. വലിയ പുള്ളികൾ എന്തെങ്കിലും തുടങ്ങിയാൽ ചെറിയ പുള്ളികൾ അറിയാറില്ല. സ്തോത്രം. ഏതായാലും അവർ വലിയ കാശുകാർ ചെയ്തതാ. പക്ഷേ ഉന്തുവണ്ടിയുടെ മുമ്പിൽ എന്തോ ഇടിയാണെന്നറിയാമോ? വടയ്ക്കും പരിപ്പ് വടയ്ക്കും. ക്ലാസ് ലെവലൊന്നും ആർക്കും വേണ്ട. ഞാനൊരു കാര്യം ഇങ്ങനെ നോക്കിയപ്പോൾ എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. നല്ല 250 രൂപ കിലോ അരിക്ക് വിലയുള്ള ബിരിയാണി ഉണ്ടാക്കി, ഏറ്റവും നല്ല ഫ്രഷ് നാടൻ കോഴിയെ ഇട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി, മുന്തിയ ഇനം മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമുന്തിരിങ്ങയൊക്കെ ഇട്ട് എത്ര നല്ല ശ്രേഷ്ഠ ബിരിയാണി ഉണ്ടാക്കിയാലും ഫാമിലിയായിട്ട് പോകുമ്പം എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന വത്സയാൻറ്റി ഉന്തുവണ്ടിയുടെ മുമ്പിൽ പോയി നിൽക്കുമെന്ന്. ഞാൻ പറയുന്നു, ഗ്ലാസ്സിനകത്ത് 2 ക്ലീനക്സ് പേപ്പറും ഒക്കെ കൊണ്ട് ചുരുട്ടി തലയിൽ ഒരു വെള്ള തൊപ്പിയും വെച്ച്
എവിടുന്നേലും റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച എന്താ പറയുന്ന ഒരു ഉടുപ്പുമൊക്കെ അങ്ങോട്ട് ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇവിടെ വെട്ടി അവിടെ വെട്ടി ഉടുപ്പുമൊക്കെ ഇട്ട് എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ് മേശയുടെ അടുക്കൽ രണ്ടുപേര് വന്ന് നിന്നാൽ കാറൊക്കെ ഇടാനൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതിന് 40 രൂപയുടെ ചാക്കരിയുടെ ബിരിയാണി ആണേലും ഭയങ്കര സെറ്റപ്പാ. എന്താ കാരണം? വിലപിടിപ്പുള്ളത് അകത്തുണ്ടായിട്ടും വ്യാപാരം ചെയ്യാൻ അറിയത്തില്ല. വ്യാപാരം ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഉന്തുവണ്ടിയുടെ പുറകിലിരുന്നുകൊണ്ട് ആൾക്കാർ ഡൽഹി ഗേറ്റ്, ഈ റാന്നി ഗേറ്റിന്റെ ഹോട്ടലിലോട്ട് പോകുമ്പോൾ ഇത്ര വലിയ വെളിപ്പാടുള്ളവൻ, ഇത്ര വലിയ കൃപയുള്ളവൻ, ഇത്ര വലിയ ആരാധിക്കുന്നവൻ, ഇത്ര വലിയ ദൈവബന്ധമുള്ളവൻ അവിടുന്ന് പിറുപിറുക്കും. ഡോ എന്തോത്തിനാ അങ്ങോട്ട് പോകുന്നത്? അവിടെ ആന്നോ ഇൻട്രിയ പോയിരിക്കുന്നത്? അവിടെ ആന്നോ ദൈവം? അതോ നീ ശരിയല്ല, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത് നീ ഉന്തുവണ്ടിയല്ല ഇത് വെച്ചോണ്ടിരിക്കുന്നത്. എടാ, വ്യാപാരം ചെയ്യാൻ നീ പഠിക്കണം. അവൻ 40 കിലോയുടെ അരിയാണെങ്കിലും കാശ് മുടക്കി അധ്വാനിച്ച് ചെലവിട്ട് കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഒരു ഹോട്ടൽ ഉണ്ടാക്കി വെച്ചേക്കുക. ദൈവം പറയുന്നു, ഈ പോക്ക് ഇങ്ങനെ പോയാൽ ഞാൻ ഈ താലെന്നെടുത്ത് പുറകെ കൂടി ഈ ബിരിയാണി എടുത്ത് ആമ്പിള്ളാരുടെ കൊടുക്കും. ഹല്ലേലൂയ. ഇത് ചുമ്മാ വെച്ചോണ്ടിരിക്കരുത്. സ്വോത്രം പറ. ഇവിടെ ഒത്തിരി കൃപയുള്ളവരോട് ഇത് വെച്ചോണ്ടിരിക്കരുത്. ഇവിടുത്തെ ഞായറാഴ്ച, ശനിയാഴ്ച, വെള്ളിയാഴ്ച മീറ്റിങ്ങുകളിൽ അനക്കി പൊക്കി വെച്ചോണ്ടിരിക്കുന്ന കൃപകൾ വല്ലതുമുണ്ടെങ്കിൽ ഇന്ന് മകൾ ദൈവത്തോട് രാത്രി ചോദിക്കണം, വ്യാപാരം ചെയ്യാനുള്ള കൃപയുടെ കർത്താവേ, ഒരു വ്യാപാരം ചെയ്യാനുള്ള അഭിഷേകം ദൈവജനത്തിൻ്റെ മേലിറങ്ങണം. അതിൻ്റെ കുറവ് എല്ലായിടത്തുമുണ്ട്. മുഴുവൻ ഇടങ്ങളിൽ അതിൻ്റെ കുറവ് വേട്ടയാടിക്കൊണ്ടിരിക്കുക മനുഷ്യനെ. അറിയത്തില്ല. ഇന്ന് പറയണം, കർത്താവേ, ഞങ്ങൾ ടാലന്റ് വ്യാപാരം ചെയ്യാനുള്ള ഒരു അനോയിന്റിങ് ഞങ്ങൾക്ക് തരണം. ഞാൻ പറയുന്നു, കർത്താവ് അത് പകരും. നിശബ്ദമായിട്ട് കർത്താവ് അത് പകരും. അത് ശബ്ദമായിട്ട് വെളിപ്പെട്ട് വരും. സ്വപ്നത്തിൽ കർത്താവ് പറഞ്ഞതല്ല. നീ താഴെ ചെല്ലുമ്പോൾ ഇങ്ങനൊരു കാളക്കുട്ടി വരും. ഇങ്ങനൊരു കാളക്കുട്ടി വരുമ്പോൾ എഴുതിയ പുസ്തകത്തിനകത്ത്, കൽപ്പലകയിൽ എഴുതിയ പ്രമാണത്തിനകത്ത് ഒരൊറ്റ അക്ഷരത്തിൽ പോലും, ഒരു വരിയിൽ പോലും ഞാൻ കണ്ടില്ല. ഇനി മോശ വായിച്ചോന്നും എനിക്കറിയത്തില്ല, ദൈവം എഴുതിയോന്നും എനിക്കറിയത്തില്ല. സംഭവം എഴുതിയിട്ടുണ്ട്. എടുത്ത് ഏത് തെയ്യിൽ നിന്നാണോ എനിക്കെതിരായിട്ട് ഇവർ കാളക്കുട്ടിയെ പുറത്തു വെടിപ്പിച്ചത്, അതേ തീക്കകത്ത് നീ ഇതിനെ എറിഞ്ഞു കളഞ്ഞിട്ട് അതിനെ എടുത്ത് ഇടിച്ച് പൊടിയാക്കി അരച്ച് വെള്ളം കൊണ്ടുവന്ന് അതിനകത്ത് കലക്കി മുഴുവൻ എണ്ണത്തിനെ കുടിപ്പിക്കണമെന്ന് എൻ്റെ കർത്താവ് എഴുതിയ പലകയിൽ എഴുതിയിട്ടില്ലായിരുന്നു. എടാ, അകത്ത് അഭിഷേകം വരുമ്പോൾ എഴുതിയേക്കുന്നതല്ല തമ്പുരാൻ വായിപ്പിക്കുന്നത്. അകത്ത് ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ട് ഇടപെടും. അപ്പോൾ വെളിപ്പെടുന്നതാ ഏറ്റവും കറക്റ്റായ കാര്യം. അത് മണ്ടത്തരമാണെന്ന് നമുക്ക് വേണേ തോന്നും. ഇന്ന് രാത്രി ഞാനിവിടെ എന്തെങ്കിലും പൊടിച്ചാ നിങ്ങൾ എന്നെ വെച്ചേക്കുകയല്ല. അമ്മേ, നമ്മളാരെങ്കിലും വിടുവച്ച സ്വത്രം. മോശ സൈലൻ്റായിട്ട് പ്രാപിച്ച ഒരു അനോയിന്റിങ്. ദൈവത്തോട് പറയുക, ദൈവമേ നീ കോപിക്കരുത്. ദൈവം പറഞ്ഞു, നീ ചെല്ലേ. എടാ, അനുഭവം ഉണ്ടായാലേ കാര്യം അറിയത്തുള്ളൂ. അത് നീ ഇവിടെ ഒന്നുകൊണ്ട് ഗ്ലോറി പറഞ്ഞുകൊണ്ട് നിന്നാൽ പറ്റത്തില്ല. നീ ഇവിടെ നിന്നിട്ട് പ്രമാണം കണ്ടേന്ന് പറഞ്ഞ് നിന്നാൽ പറ്റത്തില്ല. കുഞ്ഞെ, താഴ്വാരത്തിലോട്ട് ചെല്ല്. ഞാൻ അവിടുന്ന് നിന്റെ അടുക്ക കയറി വന്നേ. നീ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ കയ്യിലിരിക്കുന്ന പ്രമാണത്തെയും അതിനെതിരായി ചലിക്കുന്ന കാളക്കുട്ടിയെയും അത് വന്ന തീയും നീ നിൽക്കുന്നതെയും ഇനി നടക്കാൻ പോകുന്നതും മുഴുവൻ കണ്ടോണ്ടാ പറഞ്ഞത്. ഹറി അപ്പ്, ഗെറ്റ് റെഡി, ഇറങ്ങിപ്പോ താഴ്വാരത്തിലേക്ക്. എന്തോ ദൈവമാ. നമ്മൾ ഒരു കണ്ണുകൊണ്ട് കാണുമ്പോൾ ദൈവം 1000 കണ്ണുകൊണ്ട് കാണുന്ന പോലെ പരിപാടി ദൈവം കൊണ്ട് സെറ്റപ്പ് ചെയ്തു. മോശ പോലും പറയാതെ ഞാനൊരു അനോയിന്റിങ്ങിനെ കുറിച്ച് എപ്പോഴിങ്ങനെ പറയാറുണ്ട്. സാധാരണ ആരും പറയാറില്ല, ഞാനും അത് പറയാറില്ല. പക്ഷേ അഭിഷേകം എന്ന് പറഞ്ഞാലേ നമുക്കതൊന്ന് ഏറ്റെടുക്കാൻ പറ്റൂ. വചനം എന്ന് പറഞ്ഞാൽ ആർക്കും കയ്യടി പോലും വരത്തില്ല. തെറ്റിദ്ധരിക്കല്ലേ. അഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു രസമാണ്. സ്തോത്രം. ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? 24 hours ഈ പുള്ളി ജഡമായിട്ട് നിൽക്കത്തുള്ളൂ. ഈ പുള്ളിക്ക് ജഡമായിട്ട് നിൽക്കുന്ന ഇഷ്ടം. വല്ല മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ കേരളത്തിൽ റാന്നിയിൽ എൻ്റെ ഭാര്യ മിനി ഇരിക്കുമ്പോൾ അവക്ക് വേണമെങ്കിൽ 8 കിടന്നുറങ്ങാം, വേണേൽ 10 കിടന്നുറങ്ങാം. രാവിലെ എവിടെ വേണമെങ്കിലും ചർച്ചിലോ മാർക്കറ്റിലോ പോകും. ഞാനുള്ളപ്പോഴും ദൈവതും അല്ലാത്തടത്തും പോകത്തില്ല. എന്നാലും ഒരു ഇച്ചിരി ഫ്രീഡം ഉണ്ട്. ഞാൻ അവിടെ ഇല്ലല്ലോ.
വേണമെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കാം, വേണമെങ്കിൽ വെക്കാതിരിക്കാം, വേണമെങ്കിൽ എന്തു ചെയ്യാം, അവർക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ അവിടെ ഇല്ല. എന്താ വചനം ജഡമാകുന്നു പറഞ്ഞാൽ ഞാനുണ്ടോ? ഉണ്ട്. എവിടാ? ഇപ്പം ദുബൈയില്ല. അതുപോലല്ല ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാനുണ്ടോ? ഉണ്ട്. എവിടാ? ഇതാ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന കറിക്ക് പ്രത്യേകതയാണ്. മനസ്സിലായില്ല? വീട്ടിലെ നീക്കത്തിന് പ്രത്യേകതയാണ്. വീട്ടിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും ജഡത്തോട് ചോദിക്കും. ആരോട് ചോദിക്കും? വചനത്തിനോട് ചോദിക്കും. അഥവാ ഭർത്താവിനോട് ചോദിക്കും. അല്ല, വീട്ടിലൊരാൾ വന്നാൽ ഉടൻ തന്നിഷ്ടത്തിനൊന്നും ചെയ്യത്തില്ല. കാരണം ഒരാൾ കൂടെ ഇരിക്കുക. വചനം ജഡമായിരിക്കണം. പക്ഷേ ആത്മാവ് എല്ലാവർക്കും ഇഷ്ടം. ആത്മാവാണ് ഏറ്റവും നല്ലത്. അത് ജഡം ആത്മാവാക്കി ദൈവം തന്നേക്കുക. വലിയ കാര്യമാണ് ആത്മാവ്. അതെങ്ങനെയാ? ഇത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവൻ ദേ ഇട്ടിരിക്കുന്നു, 2-3 വലിയ കോട്ടും ഒക്കെ ഇട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ. ഈ അപ്പനും അമ്മയൊക്കെ ഒന്ന് മാറി ഒന്ന് നിൽക്കട്ടെ. ഇവരൊന്ന് ഫ്രീ ആക്കി ഒന്ന് വിട്ടു നോക്കിയേ. വീട്ടിൽ ചിലപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ ടീ ആയിട്ടിരിക്കും, കാണത്തില്ല. നമ്മുടെയൊക്കെ പിള്ളേരുടെ ഗതിയാണ്. ഈ അപ്പനും അമ്മയും ഉദാഹരണത്തിന് പറയാം, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ പറയാം. ആരും വിഷമവും തോന്നല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞ്. അവൻ ഞാൻ റാന്നി കോളേജിനടുത്തായിരുന്നു താമസിക്കുന്നത്. റാന്നി കോളേജിനടുത്ത് ഇതിങ്ങനെ വീഡിയോയിൽ എടുക്കുന്നുണ്ടല്ലേ? ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ നെറ്റിനകത്തിട്ട് കേൾക്കട്ടെ. റാന്നി കോളേജിലെ പിള്ളേർ എല്ലാ ലൗക്കാരും കേൾക്കട്ടെ. സ്വത്രം. ചിലരുണ്ട് പറയും, പാസ്റ്റർ നിങ്ങളുടെ ടൈം കഴിഞ്ഞുകൊണ്ടാണ്. ടൈം ഒന്നും കഴിഞ്ഞുകൊണ്ടല്ല, ഞാനും ഇഷ്ടം പോലെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഇത്രയും വലിയ കൃപയില്ലായിരുന്നു. ആമേൻ. റബ്ബർ തോട്ടത്തിൽ രാവിലെ കോളേജിൽ പോകുന്നവരാ. പണ്ടൊക്കെ ഒരു സഞ്ചി നിറച്ച പുസ്തകമായിരുന്നു. ഇപ്പോൾ അത് വന്ന് ഇത്രയും ഘട്ടത്തിലായി. ഇപ്പം വന്നൊരു പേപ്പർ ട്രാക്ട് കൊടുക്കുന്ന പോലെ, ഉപദേശി ട്രാക്ട് കൊടുക്കുന്ന പോലെ വേണ്ട പുസ്തകം ഇവിടായി. ഇതുകൊണ്ടാണ് പോകുന്നത്. റബ്ബർ തോട്ടത്തിൽ വെട്ടുകാരന് ജോലിയില്ല, ഇവള് തന്നെ ഒട്ടുപാലി പറിക്കും. കാമകൻ ചിരട്ട വെക്കും. ഞാൻ പറയും, ഒരു കത്തി കൂടെ കൊടുക്കാമെങ്കിൽ 10 മണിക്ക് കറയെടുത്ത് ഉറയൊഴിച്ചൂടെ കൊടുക്കും. ഇവിടുത്തെ പിള്ളേർക്ക് നാടില്ലാത്ത കൊണ്ട് ഞാൻ സ്തോത്രം. ഹല്ലേലൂയ. എടാ, പ്രമാണം വേണമകത്ത്. പ്രമാണമകത്തുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ദൈവം ഇടപെടത്തെങ്കിലും ഉള്ളൂ. പ്രമാണമില്ലാത്തവരോട് ഇടപെടുത്തു പോലുമില്ല. ഞാൻ പറയുന്നു, ഈ കാമകനും ഈ കാമുകയും അപ്പനും അമ്മയും കൂടെ ഉള്ളപ്പം പോട്ടെ, പെണ്ണിങ്ങനെ നടന്ന് പോവാ. നമ്മളൊന്ന് ആരെങ്കിലും അങ്ങ് അനുമാനിച്ചു. പെണ്ണിങ്ങനെ നടന്ന് പോകുമ്പം പെണ്ണിൻ്റെ അപ്പം കൂടെ ഉണ്ട്. അപ്പുറത്തുനിന്ന് ബോയ് ഫ്രണ്ട് വരുന്നു. ബോയ് ഫ്രണ്ടിന് അറിയത്തില്ല ഇത് അപ്പനാണെന്ന്. ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാണ് പോകുന്നത്. പ്രായമായ പിള്ളേരോട് അങ്ങനെ ആണെന്നില്ല, ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ പോകുന്നത്. ഓർത്ത് പോയിക്കേ. അവളിങ്ങോട്ട് വന്നിട്ട് അവനിങ്ങ് എന്ന് പറയുമ്പോഴേ ഇവള് പറയും, എടാ ഒരുത്തം കൂടുണ്ടെന്നറിയുമ്പം ആറ്റ് വരെ തിരിഞ്ഞു പോകും. ഹലോ, ഇതിപ്പോ ആത്മാവാണെന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നത്? എന്തോ ആത്മാവായിട്ട് ദൈവമിരിക്കുമ്പോൾ അതിനെ വചനമായി കാണുവാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിനെ ഒഴുക്കൻ മട്ടിൽ വിട്ടിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം പറയുന്നു, പ്രമാണവും തരും, അടുത്ത കാര്യവും കർത്താവ് നോക്കും. കൂടെ ഒരാളുണ്ടെങ്കിൽ ഭയങ്കര അലേർട്ടായിരിക്കും നമ്മൾ. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞൊപ്പിക്കാൻ ആഗ്രഹിച്ച വിഷയം മനസ്സിലായല്ലോ. അവൻ അതുകൊണ്ട് ആത്മാവ് അടുത്തുണ്ടെങ്കിൽ ഓർത്തോണം, ഇദ്ദേഹം നമ്മളാരും ഉദ്ദേശിക്കുന്ന പോലെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ആളല്ല. ജഡമായിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനവുമായിട്ട് ചേർന്നേ പരിശുദ്ധാത്മാവ് നിൽക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് യേശുവുമായിട്ട് ചേർന്നാണ് മനുഷ്യനോട് സഹകരിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് അപ്പോസ്തലനോട് പറഞ്ഞത്, യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിൽ അല്ലാതെ ആര് കർത്താവെന്ന് വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നവർ ശപിക്കപ്പെടും. സോ പരിശുദ്ധാത്മാവിനെ വചനവുമായി ബന്ധപ്പെട്ട് മാത്രം കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കണം, അവിടുത്തെ ഒരു വിലയേറിയ സബ്ജക്റ്റായി പറയുന്നത് കോപം. കോപം 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 ഞാൻ ഓർക്കുക, നമുക്കൊക്കെ ഈ ആത്മീയന് കോപം വരുമ്പോൾ ഓർത്തോണം, അതിൻ്റെ ഒന്നാമത്തെ കാരണം ദൈവമാണ്. ആത്മീയന് കോപം വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഒന്നാമത്തെ കാരണം ദൈവമാണ്. കാരണം അനീതി കാണുമ്പോൾ കോപിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീതികേട് കാണുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരായി മാറാതെ, നീതികേട് കാണുമ്പോൾ അകത്ത് രക്തം തിളയ്ക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ വാളെടുക്കരുത്.
വാൾ ഉറയിൽ കിടക്കട്ടെ, മറ്റ് ചില ആയുധങ്ങൾ ഞാൻ നിന്റെ കൈ തരാം. പക്ഷെ മറന്നു പോകരുത്, അകത്ത് രോഷം നഷ്ടപ്പെടരുത്. നീതികേടിനെതിരെ തിളയ്ക്കുന്ന ഒരു രക്തം വേണം. പക്ഷേ അതിൻ്റെ ആയുധം നിന്റെ വാളല്ല, എൻ്റെ കൃപയാ. കൃപ അത് ചലിക്കണമെങ്കിൽ നിന്റെ അകത്ത് എരിവുണ്ടായിരിക്കണം. എന്താ ദൈവരാജ്യം പണിയപ്പെടാത്തത്? വേണ്ടത് വണ്ണം ദൈവരാജ്യം ഇറങ്ങാനല്ല. എന്താ ജാതികൾ വിടുവിക്കപ്പെടാത്തത്? ഒരു നിലവാരത്തിനപ്പുറത്തേക്ക്. കാരണം നമ്മുടെയൊക്കെ എരിവും താല്പര്യമൊക്കെ തണുത്തുപോയി. നമുക്കെല്ലാം അങ്ങ് സ്നേഹം ഭയങ്കര ഇഷ്ടമാണ്. കൈവെള്ളയ്ക്ക് വെള്ളയുള്ളതുപോലെ ഇതിനൊരു പുറവുമുണ്ട്. ഇരുട്ടുള്ളതുപോലെ വെളിച്ചമുണ്ട്. പകലുള്ളതുപോലെ ഒരു രാത്രിയുണ്ട്. ആകാശം പോലെ താഴെ ഒരു ഭൂമിയുമുണ്ട്. രണ്ട് വശങ്ങളുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം ജ്വലിപ്പിക്കുന്ന കോപമുള്ളവനാ. ദൈവത്തിൻ്റെ കോപം ദൈവജനത്തിൻ്റെ മേൽ ഒരു അനോയിന്റിംഗ് ആയിട്ട് ഇറങ്ങണം. ശ്രദ്ധിച്ചു കൊട്ടണം എന്താ ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ കോപം ദൈവജനത്തിൻ്റെ മേൽ ഒരു അനോയിന്റിംഗ് ആയിട്ട് ഇറങ്ങണം. എന്തായി ദൈവത്തിൻ്റെ കോപം? പാപത്തോട് എതിർത്ത് നിൽക്കുന്ന കോപം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ചലിക്കുന്നതിനോട്